ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാൻ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി മീരയും സംസാരിക്കുന്നതാണ്. ശ്രുതി സന്തോഷമായിട്ട് പായസമൊക്കെ വെക്കുകയാണ് കേട്ടോ. പിടിച്ചില്ലല്ലോ നമ്മുടെ ശ്രുതിനെ. അപ്പൊ അതിന്റെ സന്തോഷത്തില് നല്ല മധുരമൊക്കെ അങ്ങോട്ട് എല്ലാവർക്കും വെച്ചു കൊടുക്കാന്ന് ഓർത്ത് പായസമൊക്കെ വെക്കുന്നു. ഈ കാര്യം വിളിച്ച് മീരയോട് സംസാരിക്കുന്നു. പായസം വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വിളിക്കാണ്, ശ്രുതീന്ന്. അപ്പം ശ്രുതി പറഞ്ഞു, ദേ വരുന്നു ശ്രുതീന്ന്. എന്നിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ല. ആഹാ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, എന്തിനാ നീ വരാൻ പറഞ്ഞത്? അത് പിന്നെ ഞാനൊരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വിളിച്ച. ഞാനൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസം ഉണ്ടാക്കിയോ? അല്ല, ഇത്ര സന്തോഷിക്കാന് എന്താ ഇവിടെ ഉണ്ടായത്? ഞാൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും സന്തോഷം നിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ എന്തോ ഉണ്ടല്ലോ. എന്താ എന്താ അത് പറ. അല്ല, അവിടെ വെച്ച് നിനക്ക് എന്തോ പേടിയുള്ളത് പോലെ എനിക്ക് തോന്നിയത്. പേടിയോ? എനിക്കോ? ആർക്ക്? എനിക്കോ? എനിക്ക് പേടിയൊന്നുമില്ല. അതൊക്കെ സുധിയുടെ തോന്നല. എന്തായാലും ഞാനിപ്പോ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞ ഭയങ്കര ഹാപ്പിയാ. അത് ചെറുതായി ഒന്ന് ആഘോഷിക്കണം നമുക്ക്. ഞാൻ പായസം എടുക്കട്ടെ? അല്ല, പായസം നമ്മൾ കല്യാണത്തിൽ നിന്ന് കുടിച്ചതല്ലേ ഉള്ളൂ. അത് അവരുടെ വകയല്ലേ സുധി, ഇത് എന്റെ വകയാ. അല്ല, എന്താ ഇത്ര സന്തോഷം? അതൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ ഞാൻ പറയാ. എനിക്ക് മനസ്സിലായി. കൊച്ചു കള്ളി, അച്ഛമ്മയുടെ സ്വത്ത് വകകൾ മുഴുവൻ നമുക്ക് കിട്ടാൻ പോവുകയാണല്ലേ. ആ, കൺഗ്രാചുലേഷൻ ശ്രുതി, കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ എടുത്ത് കറക്കാണ് കേട്ടോ. നമ്മുടെ ശ്രുതി തെറ്റിദ്ധരിച്ചു. ശ്രുതി ഓർത്തു എന്താ നമ്മുടെ ശ്രുതി പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ ഞാൻ അച്ഛനാകാൻ പോവാണേ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോട് വിളിച്ചു പോയപ്പോഴത്തേക്കും, എന്റെ പൊന്നു ശ്രുതി, അതൊന്നും അല്ല, ഇത് വേറെയാ, ഇത് വേറെ. വേറെയോ? എന്ത് വേറെ? ഇത് വേറെയാണെന്നേ. ദൈവം എന്റെ കൂടെ നിന്നതിലുള്ള ഒരു ചെറിയ സന്തോഷം. എന്തുവാ ശ്രുതി നീ പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന്. അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ കാറുമായിട്ട് സച്ചി വരുന്നത് കേട്ടോ. സച്ചി കാറുമായിട്ട് വന്ന് മുറ്റത്ത് നിൽക്കുകയാണ്. സച്ചി അല്ല, സോറി, വരുന്നത് നമ്മുടെ രവീന്ദ്രനും അതുപോലെ ചന്ദ്രയുമാണ് കേട്ടോ. വേറെ ആൾക്കാരാ കൊണ്ടുവിടുന്നത്. സോറി, എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. സച്ചിൻ രേവതിയും അവിടെയല്ലേ കല്യാണ മണ്ഡപത്തില്. അങ്ങനെ ചന്ദ്രയും അതുപോലെ നമ്മുടെ രവീന്ദ്രനും വന്നു. അങ്ങനെ രവീന്ദ്രൻ ഫംഗ്ഷനൊക്കെ നന്നായി, ഏതായാലും ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിൽക്കും. അപ്പൊ ശ്രുതിനെ കണ്ടത്, അല്ല നീ ഷോറൂമിൽ പോയില്ലേടാ? ആ, പോയി, ഞാന് ശ്രുതി വിളിച്ചപ്പോ വന്നതാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ശ്രുതി പറഞ്ഞു, അങ്കിളും ആന്റി നേരത്തെ വന്നത് നന്നായി, പായസം ചൂടോടുകൂടി കുടിക്കാലോ. പായസോ? എന്തിനാ പായസം ഉണ്ടാക്കിയത്? എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ആ, അതിന്റെ കാരണം രഹസ്യമേ, പരമ രഹസ്യം. ശ്രുതി അത് പറയുന്നില്ല എന്നോട് പോലും. അപ്പൊ ശ്രുതി നേരെ കിച്ചണിൽ ചെത്തി, ഞാൻ പായസം എടുത്തിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് പോവാ. അപ്പൊ രവീന്ദ്രൻ, ഈ പായസം നമ്മൾ കുടിച്ചു വന്നതല്ലേ ഉള്ളൂ. എന്റെ പൊന്നച്ചാ, ശ്രുതി ഉണ്ടാക്കിയതല്ലേ, നമുക്ക് കുടിച്ചേക്കാം. ആ, അത് ശരിയാ. ഏതായാലും കല്യാണമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. ആ സന്തോഷത്തില് ഒരു പായസം കുടിക്കാം. ഈ കല്യാണം നടക്കാൻ കാരണം സച്ചിയും രേവതിയും പിന്നെ ആ ചെറുക്കന്റെ അമ്മാവനും ആണല്ലോ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നേരെ കഴിവ് കാണാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ചന്ദ്ര പറയാ, ചെറുക്കന്റെ വീട്ടുകാരെ അത്രയ്ക്ക് ക്യാഷുകാരൊന്നും അല്ല. കല്യാണം കഴിക്കുകയാണെങ്കിൽ ക്യാഷ് ഉള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുക. ഞാൻ കണ്ടെത്തിയ 2 മരുമകളും കാശുള്ള വീട്ടുകാരാണല്ലോ. എന്റെ പൊന്ന് ചന്ദ്രൻ, നീ നിർത്ത്. ക്യാഷ് വരും പോകും. ഈ മരുമക്കൾക്ക് നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി. അതാ പ്രാധാന്യം, അല്ലാതെ ക്യാഷ് അല്ല. പിന്നെ ആ ഒരു നല്ല മനസ്സിന്റെ രേവതി മോക്കുണ്ട്. ഓ, പിന്നെ എത്ര പറന്നാലും കുരുവി വരുന്നാവില്ലല്ലോ. ആവോ രവിയേട്ട? ഞാൻ കൂട്ടിയിട്ട് വന്ന ശ്രുതിയുടെ മുമ്പിൽ രേവതിക്ക് നിൽക്കാൻ പോലുമുള്ള ഒരു യോഗ്യത ഇല്ല. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ, അതെ, ഈ കേസൊക്കെ ഒന്ന് കഴിയട്ടെ. മരിച്ചുപോയ അവളുടെ അച്ഛന്റെ സ്വത്ത് മുഴുവനും കോടികൾ മുഴുവനും എന്റെ ശ്രുതിമോളുടെ കയ്യിൽ വന്ന് ചേരും. ഇത് കേട്ടോണ്ട് നമ്മുടെ ശ്രുതി അടുത്ത് നിന്നിട്ട് ഭയങ്കര പുളകം കൊള്ളുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിൻ രേവതിയും വരികയാണ് ചന്ദ്രോദയത്തേക്ക്. അയ്യോ, സച്ചിൻ രേവതി എത്തുന്നത് കാണാൻ വേണ്ടിയല്ലേ നമ്മൾ നോക്കി നിൽക്കുന്നത്. സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് സച്ചിൻ രേവതി എത്തിയിട്ട് എന്തായിരിക്കും അവിടെ. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാണ്. പായസം എടുക്കാൻ വേണ്ടി ശ്രുതി അങ്ങ് പോയേക്കോട്ടെ അടുക്കളയില്. ആഘോഷിക്കാന്, സന്തോഷിക്കാന്, സമാധാനമായല്ലോ നമ്മുടെ ശ്രുതിക്ക്. എന്തായാലും എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചതിന്റെ ഒരു ആഘോഷത്തിന് വേണ്ടി പായസമൊക്കെ എടുത്തിങ്ങനെ നിരത്തി കൊണ്ടുവയ്ക്കാണ് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് അച്ഛാന്ന് വിളിച്ചപ്പോഴത്തേക്ക്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നു? ചെറുക്കന്റെ വീട്ടിലേക്ക് പോയില്ലേ? അവിടെ ചടങ്ങുകളൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ പോകേണ്ടതല്ലായിരുന്നോ? അതിനു മുമ്പേ നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടത്തണം. അതിനാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ എന്ത് ചടങ്ങാ? നീ എന്താ ഈ പറയുന്നത്? അതൊക്കെ ഉണ്ടച്ചാ, ചെറിയൊരു ചടങ്ങ് നമ്മുടെ വീട്ടിൽ നടത്തണമെന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും ഒന്നും മനസ്സിലാവുന്നില്ല.
അപ്പൊ സച്ചി പറഞ്ഞു, ഷോ നല്ലൊരു സീനെ ശ്രീകാന്തിനും വർഷയ്ക്കും മിസ്സായി പോയി. ചടങ്ങിൽ പങ്കെടുക്കാനേ ഭാഗ്യമില്ല അവർക്ക്. ഭാഗ്യമില്ലെന്നോ? എന്തൊക്കെ ഇവനീ പറയുന്നത്? ഇവനെന്താ വട്ടോ എന്ന് ചന്ദ്ര. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, അച്ഛൻ ഈ പുലിജന്മം കഥ കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ പുലിയാകുന്ന കഥ. ആ കഥ കേൾക്കുമ്പം നമുക്ക് തോന്നും മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്നൊക്കെ. എന്നാലേ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുവച്ചാ ചില മനുഷ്യർക്ക് അതിനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഏത് രൂപത്തിലും അവര് മാറും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, രേവതി നിന്റെ ഹസ്ബൻഡിന് എന്താ പറ്റിയത്? ആള് നോർമൽ അല്ലെന്ന് തോന്നുന്നു, വല്ല ഹോസ്പിറ്റലും കാണിക്കുന്നത് നല്ലതായിരിക്കുന്നു. അപ്പൊ രേവതി പറയും, അതിന്റെ ഒരു ആവശ്യമൊന്നുമില്ല, സച്ചിയായിട്ട് നോർമൽ തന്നെയാ, എനിക്കറിയാം. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, പാർലറേട്ടത്തിയുടെ അച്ഛന്റെ സ്വത്തുവകകള് കേസിൽപ്പെട്ട് കിടക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ആ കേസ് പെട്ടെന്ന് അങ്ങനെ തീരുവോ? അല്ല, അതറിഞ്ഞിട്ട് ഇപ്പൊ നിനക്കെന്തിനാ സച്ചി? അല്ല, കേസ് തീർന്നാലേ പാർലറേട്ടത്തിയുടെ കയ്യിൽ കോടികൾ എത്തൂലോ. ആ അതൊക്കെ എത്തും, അതൊക്കെ എത്തും. എന്നാ പിന്നെ അപ്പോഴേ കുറച്ച് ക്യാഷ് കടം മേടിക്കാനായിരുന്നു. മോളിലെ മുറി പെട്ടെന്ന് എടുക്കണമായിരുന്നു. ഓ, അങ്ങനെ എന്റെ അച്ഛന്റെ ക്യാഷും കൊണ്ട് ആരും ഇവിടെ മുറിയൊന്നും എടുക്കണ്ട. കൊള്ളാം, ഏതായാലും കൊള്ളാം. ദേ 10 രൂപ പോലും ഇവര് കൊടുക്കരുത് ശ്രുതി, തിരിച്ചു കിട്ടത്തില്ല എന്ന് നമ്മുടെ ചന്ദ്ര. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ്, അല്ല നീ ഭയങ്കര ശപഥം ചെയ്തല്ലേ, നിന്റെ ഭാര്യ ഭയങ്കര ശപഥം ചെയ്തല്ലേ, അവളോട് ക്യാഷ് ഉണ്ടാക്കാൻ പറ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയാ, അല്ലെങ്കിൽ പിന്നെ കൊടുത്തേക്കാൻറ്റി, അത്രയ്ക്കും ഗതി കെട്ട് ചോദിക്കുന്നതല്ലേ. അപ്പൊ സച്ചി, അതെ, ഒരു സഹായം കൂടെ ചെയ്യണം. ഒന്ന് ഇളയച്ചനെ വിളിച്ച് കേസ് എപ്പ തീരുന്നൊന്ന് ചോദിക്കണം. അപ്പൊ സച്ചി പറഞ്ഞു, സച്ചി അല്ല, രേവതി പറഞ്ഞു, അതെ എന്ന് ഒന്ന് ചോദിക്കണം. എന്നാ പിന്നെ ഞങ്ങൾക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാലോ. ആദ്യമായിട്ട് എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയതല്ലേ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് നേരെ ഫോണൊക്കെ എടുത്ത് വലിയ കാര്യത്തിന് വലിയ കേമിയായിട്ട് ഇളയച്ചനെ വിളിച്ച് സംസാരിക്കുന്നത് പോലെ ഫോണൊക്കെ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ ആക്ടിങ് അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ശ്രുതി, ഹലോ ഇളയച്ച, അതെ ശ്രുതി മോളാട്ടോ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ എഴുതി, ശ്രുതി മോള് എന്ന്. അപ്പം ശ്രുതി ചോദിക്കുക, സുഖല്ലേ അച്ഛൻ അവിടെ? അച്ഛൻ നല്ല, ഇളയച്ചൻ അവിടെ? അല്ല, ഇളയച്ചന് ഇപ്പൊ എവിടെയുണ്ട്? അവിടെയാണോ? മുംബൈയിലോ? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, മുംബൈയിലോ? അപ്പൊ രേവതി എപ്പാ എന്നൊക്കെ ഇങ്ങനെ കാണിക്കുകയാണേ. ഏതായാലും ഈ സമയത്ത് ഭയങ്കര സംസാരം നമ്മുടെ ശ്രുതി. അങ്ങനെ സംസാരിച്ച് ഫോണൊക്കെ വെച്ചിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ഇളയച്ചന് ഇപ്പം വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. കേസൊക്കെ തീർന്നുമില്ല. നമുക്ക് ഭാഗ്യമില്ലാതെ പോയില്ലോ സച്ചേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പം സച്ചി പറഞ്ഞ, കേസ് തീരട്ടെ പതിയെ, അപ്പൊ ക്യാഷ് തന്നാൽ മതി, കേസ് തീരൂല എന്തെങ്കിലും ഒരു ദിവസം. പക്ഷെ ക്യാഷ് തരണം കേട്ടോ ശ്രുതിയെടുത്തി, തരാന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ. അതെ, ഞാനേ ആരെങ്ങനെ പറ്റിക്കാറൊന്നുമില്ലേ, എനിക്ക് അങ്ങനത്തെ ശീലവും ഇല്ല, പറ്റിച്ച് ശീലവും ഇല്ല. പറ്റിക്കാറുണ്ട്. അത് എന്റെ ശ്രുതിയർത്തിയുടെ സ്വഭാവമാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മതി ചുമ്മാ വഴക്കിടാതെ, എന്തിനാ വഴക്കിടുന്നത്? അപ്പൊ രവീന്ദ്ര ചോദിച്ചു, നീ ക്യാഷിന്റെ കാര്യമല്ലോ, ചടങ്ങിന്റെ കാര്യമല്ലോ പറയാൻ വന്നത്. എന്ത് ചടങ്ങ് നടക്കാൻ പോകുന്നത്? പറയാം. ചടങ്ങിന് ഒരു മുഖ്യ അതിഥിയുണ്ടേ, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ വേണമെന്ന് വിളിക്കാം. മുഖ്യ അതിഥിയോ? അതാരാ? ഒരു മുഖ്യ അതിഥി ഉണ്ട് എന്ന്. അപ്പൊ രവീന്ദ്രൻ വീണ്ടും ചോദിച്ചു, എന്താടാ നീ പറയുന്നത്? എന്താ ഒന്നും മനസ്സിലാവുന്നില്ല, കാര്യം വ്യക്തമായിട്ട് പറ. എന്റെ അച്ഛൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ വിളിക്കാന്നേ. വിളിച്ചാൽ വിളിപ്പുറത്താ അദ്ദേഹം, വിളിച്ചാൽ ഇപ്പൊ വരും, ഞാൻ വിളിക്കാമേ എന്ന്. ശ്രുതി ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക. ശ്രുതിക്ക് അറിയില്ലല്ലോ ശ്രുതിക്കുള്ള കുരുക്ക വരാൻ പോകുന്നതെന്ന്. അങ്ങനെ നമ്മളെ സച്ചി ഇളയച്ചോ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചടങ്ങ് തുടങ്ങാം, ഇങ്ങ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇളയച്ചൻ ഇറങ്ങാൻ പോവാ. അപ്പം ചന്ദ്ര, ഇളയച്ചനോ? അതാരാ? അപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു നമ്മുടെ ഇളയച്ചനെ തൂക്കി എടുത്ത് നമ്മുടെ സച്ചി കൊണ്ടുവന്ന് നിർത്തിയേക്കുക. ശ്രുതി ഞെട്ടി പണ്ടാരം അടങ്ങി നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിക്ക് കാര്യം പിടികിട്ടി. എന്റെ ഈശ്വര, ഇനിയിപ്പൊ എന്ത് ചെയ്യും? അയ്യോ, രക്തം പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ശ്രുതിയുടെ എന്താ പറയാ, ശ്രുതി ആകെപ്പാടെ പോയി നിൽക്കുകയാണ്. എന്താ സംഭവം എന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല. ഏകദേശം പിടികിട്ടി, സത്യം മനസ്സിലായിന്ന്. ഇളയച്ചനെ കണ്ടത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ, ഇളയച്ച. അപ്പോഴത്തേക്കും ചന്ദ്രയോ അതിലും വലിയ സന്തോഷം. ഇളയച്ചൻ, ഇളയച്ചൻ ഇത് എങ്ങനെ എന്ന്. ഏതായാലും ശ്രുതി നന്നായിട്ട് വിയർത്ത് വെളുത്ത് വിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചന്ദ്ര പറഞ്ഞു, അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കേറി വാ ഇളയച്ച, എന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പൊ ശ്രുതിയും പറഞ്ഞു, അതെ കേറി വാ ഇളയച്ച, കേറി വാന്ന്. അപ്പൊ രവീന്ദ്രനും കേറി വാ, എല്ലാവരും കേറി വാ. നമ്മളെ ശ്രുതി മാത്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, ഇളയച്ച ഇവരെല്ലാവരും വിളിക്കുകയല്ലേ ഒരേ സ്വരത്തിൽ, അവിടെ തന്നെ നിൽക്കാതെ കേറി വാ ഇളയച്ചാന്ന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇളയച്ചൻ കേറി വരുന്നത്. ഇതല്ലേ ഇളയച്ചൻ ശ്രുതിയുടെ മുഖത്തേക്ക് പതുക്കെ നോക്കുന്നുണ്ട്.
ആ ഇളയച്ചന്റെ മുഖഭാവം ഒക്കെ കണ്ടപ്പോ മനസ്സിലായി ശ്രുതിക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയെന്ന്. ചന്ദ്രയ്ക്കാണ് ഭയങ്കര സന്തോഷം ഇളയച്ചൻ വന്നതിന്റെ. വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചു പറഞ്ഞ് ഇരിക്കിരിക്കെ യാത്രയൊക്കെ കഴിഞ്ഞതല്ലേ, എന്റെ ക്ഷീണം കാണും, അങ്ങ് മുംബൈയിൽ നിന്ന് വരികയല്ലേ എന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശ്രുതി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, ബന്ധപ്പെട്ട് കുന്തം പോലെ, ദേ ഒരു കാര്യം ചെയ്തേ, ദൂരേന്ന് വരികയല്ലേ എന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഇളയച്ചനെ സർപ്രൈസ് ആയിട്ട് കണ്ടതിന്റെ ആയിരിക്കും. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു ഇളയച്ചനോട്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ ഇളയച്ച? ആ സുഖ പരമസുഖ എന്ന് നമ്മുടെ ഇളയച്ചൻ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു, ശ്രുതി ഇളയച്ചൻ ഇങ്ങോട്ട് വരുന്ന കാര്യം നീ എന്താ ശ്രുതി പറയാതിരുന്നത്? അത് അത് പിന്നെ ഞാൻ പറയാത്തത്, ഓ ഓ മനസ്സിലായി. അന്ന് നീ ക്യാഷിന് വേണ്ടി ഇളയച്ചനെ വിളിച്ചിരുന്നല്ലോ, ആ ക്യാഷ് തരാൻ വേണ്ടി ഇളയച്ചൻ വന്നിരിക്കുകയാണല്ലേ, നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ക്യാഷ്. അപ്പൊ ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കര ചിരിയും സന്തോഷം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇളയച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ ആരോടും പറയാതെ വന്നത്? അല്ല ഇളയച്ചൻ ഇപ്പൊ എവിടെന്നാ വരുന്നത്? മുംബൈന്ന് ഇത്ര പെട്ടെന്ന് വരാൻ പറ്റുമോ? ഫോൺ ചെയ്തപ്പോ മുംബൈയിലാണെന്നല്ലേ പറഞ്ഞത്, ഇത്ര പെട്ടെന്ന് എങ്ങനെ എത്തിയത്? ഓ അത് ചോദ്യം. പാർലർ പറഞ്ഞത് നിങ്ങളൊക്കെ മറന്നെങ്കിലും അച്ഛൻ മറന്നില്ലല്ലോ. അത് ശരിയാണല്ലോ, ഇത്ര പെട്ടെന്ന് എങ്ങനെ മുംബൈന്ന് ഇവിടം വരെ എത്തി? സച്ചി പറയുന്നത് ശരിയാണല്ലോ. അത് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഇദ്ദേഹമേ മുംബൈയിലൊന്നും ആയിരുന്നില്ല, ഇദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ രേവതിയും ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. വല്ലാത്തൊരു മുട്ട എന്ന് വേണമെങ്കിൽ പറയാന്ന്. അപ്പൊ രവീന്ദ്രൻ, നീ എന്താണ് ഈ പറയുന്നത്? ചടങ്ങില് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാണ് ഞങ്ങള്. ആ ചടങ്ങ്. അല്ല നിങ്ങൾ മുംബൈയിലാണെന്ന് എന്തിനാ ഇളയച്ച കള്ളം പറഞ്ഞതെന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്നൊക്കെ വെച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അയ്യോ കള്ളം പറഞ്ഞത് ഇദ്ദേഹം അല്ലച്ചാ, നമ്മുടെ പൗഡർ എടുത്തിയല്ലേ കള്ളം പറഞ്ഞത്. ഇദ്ദേഹം ആരാണെന്ന് അച്ഛന് അറിയോ? എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ? ശ്രുതിയുടെ ഇളയച്ചൻ. ഇദ്ദേഹം ആരുടെയും ഇളയച്ചനൊന്നും അല്ല, അമ്മാവൻ. നമ്മുടെ മാളുവിനെ കെട്ടിയ ചെറുക്കന്റെ അമ്മാവൻ. അമ്മാവനോ? പേടിച്ചു പോയിട്ടോ. നമ്മുടെ രവീന്ദ്രനും അതുപോലെ ചന്ദ്രയൊക്കെ വല്ലാതെ നിൽക്കാണ്, ശ്രുതിയും വല്ലാതെ നിൽക്കുക. അപ്പൊ രവീന്ദ്രൻ, നീ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? നീ എന്ത് പൊട്ടത്തരമാണോ വിളിച്ച് പറയുന്നത്? ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ, ഇതെങ്ങനെ അമ്മാവനാകും? ഇത് ഫെവിന്റെ അമ്മാവൻ തന്നെയാ, ഫെവിന്റെ അമ്മയുടെ ഏട്ടൻ. അല്ലാതെ ഇത് ഇളയച്ചനൊന്നും അല്ല. അപ്പൊ ചന്ദ്ര, നിനക്കെന്താ വട്ടായോ? അറിയാൻ പറ്റാൻ ചോദിക്കും. ഇതിന്റെ മനുഷ്യനെ പൊട്ടം കളിപ്പിക്കുകയാണോ? പൊട്ടം കളിപ്പിക്കായിരുന്നു, ഇത്രയും നാള് പൊട്ടം കളിപ്പിക്കുകയായിരുന്നു. അപ്പൊ ചന്ദ്ര, ഇവൻ എന്താ ഈ പറയുന്നത്? രവിയേട്ട ഇവൻ എന്താ പറയുന്നതെന്ന് ചോദിക്കാം. അപ്പൊ രേവതി പറഞ്ഞു, സച്ചേട്ടൻ പറയുന്നത് സത്യമാ, ഈ നിൽക്കുന്നത് ശ്രുതിയുടെ ഇളയച്ചനല്ല, ഫെവിന്റെ അമ്മാവൻ തന്നെയാണെന്ന്. അപ്പൊ വീണ്ടും നമ്മുടെ രവീന്ദ്രന്, എന്താടാ ഇത്, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അപ്പൊ ശ്രുതിയാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ നോക്കുന്നു. അപ്പൊ രേവതി പറഞ്ഞു, അച്ഛാ കല്യാണം നടത്താൻ മുന്നിട്ടിറങ്ങിയ ഫെബിന്റെ ഒരു അമ്മാവിനെ കുറിച്ച് അശോകനങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. അത് ഇദ്ദേഹം. അപ്പോഴത്തേക്കും നമ്മുടെ വീരാനും ഇരുന്നങ്ങോട്ട് വേർക്കുവാണ് കേട്ടോ. അപ്പം ഇളയച്ചനല്ലേ ഇതെന്ന് വീണ്ടും ശ്രുതി പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അങ്കിളെ ഈ സച്ചേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതിന്റെ ഇളയച്ചനാ, മലേഷ്യയില് ബിസിനസ് നടത്തിയിരുന്ന എന്റെ ഇളയച്ചൻ. എത്ര തവണ ഇളയച്ചൻ എന്റെ വീട്ടിൽ വന്നതാ. ഇദ്ദേഹം അമ്മാവനൊന്നും അല്ലെന്നേ, എന്റെ അച്ഛന്റെ അനിയനാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ശ്രുതി വീണെടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് ഒരു കാര്യമില്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, കാര്യങ്ങളൊക്കെ നല്ലോണം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അറിയാവുന്ന എല്ലാവരും. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, ഇദ്ദേഹം മലേഷ്യയിലൊന്നും അല്ല ബിസിനസ് നടത്തുന്നത്, നമ്മുടെ ഈ നാട്ടിൽ തന്നെയാ അച്ഛ ബിസിനസ് നടത്തുന്നത്. എന്തുവാ സച്ചി നീ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണെന്ന് അറിയോ? വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, കഷ്ണം രണ്ട് എന്നൊക്കെ പറയാം. വെട്ടൊന്ന് കഷ്ണം രണ്ടോ? എന്താടാ സച്ചി? അതാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ്. എന്താടാ സച്ചി നീ വ്യക്തമായിട്ട് പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കും അല്ലേ ഇളയച്ചൻ എന്നിങ്ങനെ സച്ചി ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ, എടാ നീ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറ, ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഇവന് വട്ട് ഭീഷണിപ്പെടുത്തി എന്റെ ഇളയച്ചനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയാ. എന്റെ പാവ ഇളയച്ചൻ ഒന്നും അറിയാതെ ഇരിക്കുന്നത് കണ്ടില്ല. ഇളയച്ച ഇവിടെ നിൽക്കണ്ട, എന്തിനാ ഇങ്ങനെ പറയുന്നവരുടെ ഒക്കെ എടുത്ത് നിൽക്കുന്നത്? നമുക്ക് അങ്ങ് മീരയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞ ഇളയച്ചനെ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി നിക്കണേ അവിടെ എന്ന് പറഞ്ഞു.
നിന്നോടല്ലേടി പറഞ്ഞു നിൽക്കാനായിട്ട്, നമുക്ക് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കണം. എന്താണ് സച്ചി, ഇത് എന്താ പ്രശ്നം? അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യം. ഇദ്ദേഹം മലേഷ്യക്കാരൻ ഇളയച്ചനല്ല, ഫെവിന്റെ അമ്മാവൻ തന്നെയാ, നമ്മുടെ നാട്ടുകാരനാ. ഇറച്ചിവെട്ട ഇദ്ദേഹത്തിന്റെ ജോലി. പേരേ എന്താന്നറിയാമോ? ജയരാജ്. ഏ, ജയരാജോ? എന്താ ശോ, എന്താടാ സച്ചി, എന്താ സച്ചി, നീ നീ തലയ്ക്ക് വട്ട് പിടിപ്പിക്കാതെ ഒന്ന് പറ. വീരാന്ന എല്ലാരും വിളിക്കാറ്. സിനിമയില് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നാടക നടനാണ്. ആദ്യ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണ് ബീരാൻ. ആ പേരിലാ ദേ ഈ നിൽക്കുന്ന ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇതേ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്ന് പറയുന്നത് സത്യമാണ് അച്ഛാ. ഞാൻ പറയുന്ന എല്ലാം സത്യമാണ്. അപ്പൊ രേവതി പറഞ്ഞു, അതെ, സച്ചേട്ടൻ പറഞ്ഞത് ശരിയാ. അന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി ഞാൻ ഇറച്ചി മേടിച്ചില്ലേ, അന്ന് ഞാൻ മേടിച്ചത് ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാ. ഇപ്പോഴെനിക്ക് മനസ്സിലായത്, ഇദ്ദേഹം ആകെപ്പാടെ മൂടിക്കെട്ടി അന്ന് എന്നെ കാണാതെ മറഞ്ഞു നിൽക്കായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, ഇനി വല്ലതും പറയാനുണ്ടോ പാർലർ നടത്തി? ദേ, രണ്ടുപേരും നിർത്തിക്കോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഇളയച്ചനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇൻസൾട്ട് ചെയ്യുന്നോ? ഓ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നീ പെട്ടു. പല തവണ കള്ളത്തരം പറഞ്ഞ് തന്ത്രപൂർവ്വം നീ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ തവണ അതിന് നിനക്ക് പറ്റത്തില്ല ശ്രുതി. എടോ ദേ, ഇത്രയും കാലം ഇവൾക്കൊപ്പം ചേർന്നിട്ട് ഒരു കുടുംബത്തെ കള്ളം പറഞ്ഞു പറ്റിക്കായിരുന്നല്ലോ. ഇനിയെങ്കിലും ഒന്ന് സത്യം പറയേ. സത്യം പറഞ്ഞ് നിങ്ങൾ ആ ഒരു മനസ്സിലുണ്ടായിരുന്ന ആ അഴുക്കൊക്കെ ഒന്ന് ഇറക്കി വെക്ക്. നിങ്ങൾക്ക് ഒരു സമാധാനം വേണ്ടേ? കള്ളം പറഞ്ഞ് ജീവിച്ചാൽ മതിയോ എന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഇളയച്ചൻ എല്ലാവരുടെയും മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയും സുധിയും ഒക്കെ ചങ്കിൽ കൈ വെച്ച് വെട്ടിയിട്ട വാഴ പോലെ ഇപ്പം വീഴും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ബീരാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ബീരാൻ പറഞ്ഞു, സച്ചിന്റെ ഏവതി പറഞ്ഞത് സത്യമാണ്. എൻ്റെ ഉള്ള ശരിക്കും പേര് ജയരാജ എന്ന് തന്നെയാണ്. ഞാന് ഈ പെണ്ണിന്റെ ഇളയച്ചനെ അല്ല. ഞാന് വെറുതെ ഇവള് പറഞ്ഞിട്ട് വേഷം കെട്ടിയതാണ്. സത്യം പറഞ്ഞ എന്നെ ബീരാന്ന എല്ലാരും വിളിക്കുന്നത്. ഞാനൊരു നാടക നടനാണ്. നാടക നടൻ മാത്രമല്ല, എന്റെ ജോലി ഇറച്ചി വെട്ടുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അത് അഭിമാനത്തോടു കൂടി ചെയ്യുന്ന ആളാ ഞാന്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വന്ന് ഈ പെണ്ണയ്ക്ക് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞപ്പം അഭിനയ മോഹം കൊണ്ട് ഞാൻ വന്ന് പെട്ടുപോയതാ ഇതിനകത്ത്. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാന്ന് പറഞ്ഞ ഇവളെന്നെ വിളിച്ചതും ഞാൻ ഇതൊക്കെ ചെയ്തു തുടങ്ങിയതും. പിന്നെ ഇതിനകത്ത് പെട്ടൊരവസ്ഥയായി പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം മുതലുള്ള കഥ മുഴുവൻ, അതായത് നമ്മുടെ ശ്രുതി കാണാൻ വന്നപ്പോൾ ഉള്ള കഥ മുഴുവനും മീരയുമായിട്ടായിരുന്നു ആദ്യം ബീരാനിക്കാക്കിയ കൂട്ട്. അത് കഴിഞ്ഞാണ് ശ്രുതിയെ പരിചയപ്പെട്ടത് എന്ന് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബീരാനിക്ക. ഏതായാലും ദേഷ്യം വന്ന് തരിച്ച് നിൽപ്പുണ്ട് നമ്മുടെ ചന്ദ്രയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നാളെ അറിയാം. ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.